ഒരു ഭാഗത്ത് താലിബാന്റെ വലിയ ആക്രമണം, മറുഭാഗത്താകട്ടെ സ്വന്തം രാജ്യത്തിൽ ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. അമേരിക്കൻ കോൺസുലേറ്റുകൾക്ക് നേരെ നടന്ന പ്രക്ഷോഭങ്ങൾ വെടിവെപ്പിലും കണ്ണീർവാതക പ്രയോഗത്തിലുമൊക്കെ അവസാനിച്ചു. അതായത് ഇപ്പോൾ അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ TLP ആണ് ഈ പ്രക്ഷോഭങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനുള്ള പാലസ്തീൻ അനുകൂലികളുമായി ചേർന്നുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമായി അന്ന് മാറിയിരിക്കുന്നു. ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭ്യന്തര കലാപത്തെ സൂചിപ്പിച്ചുകൊണ്ട് വലിയ കലാപങ്ങൾ അരങ്ങേറിയതെങ്കിൽ ഇപ്പോൾ അത് കറാച്ചിയിലേക്കും കൂടി വ്യാപിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഇന്നലെ ഒരു വലിയ നീക്കത്തിൽ പാകിസ്ഥാനുള്ളിൽ തന്നെ വിവിധ ഇടങ്ങളിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിനെ വിന്യസിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ പാകിസ്ഥാന് വേണ്ടി കാവൽ നിൽക്കുന്ന അതിർത്തി സേനയാണ്, സൈനികർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. TLPയുടെ 170 അംഗങ്ങളെ ഇതുവരെ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പഞ്ചാബിലുടനീളം റോഡുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇസ്ലാമാബാദിലേക്കുള്ള പാതയും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു. മുരിക്ദേക്കയിൽ പാകിസ്ഥാൻ സൈന്യം അവിടെ ഒരു ക്യാമ്പ്, അതായത് TLPയുടെ ഈ സമരക്കാരുടെ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികളുടെ ഒരു ക്യാമ്പ് വളഞ്ഞിരിക്കുന്നതായുള്ള വാർത്തയും പുറത്തു വരുന്നു. ഒരു ഭാഗത്ത് ശത്രുക്കളുടെ ആക്രമണം, സ്വന്തം രാജ്യത്തിനുള്ളിൽ അവിടെ ഇസ്രായേലിന് വിരുദ്ധമായി നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര കലാപത്തിന്റെ വക്കിലേക്ക് എത്തുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളം.